നമസ്തേ. CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് അവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം കുടുംബത്തെ അവഗണിച്ചുവെന്നാണ് വിനോദിനിയുടെ പ്രധാന ആരോപണം. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കേരളത്തിൽ നിർണായക സ്ഥാനത്തിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് ക്രൂരമായ അവഗണനയാണ് നേരിട്ടതെന്നും അവർ പറഞ്ഞു. ആവശ്യമായ സന്ദർഭങ്ങളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഉന്നത നേതാവ് ഫോൺ എടുക്കാറില്ലായിരുന്നുവെന്നും 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിച്ചില്ലെന്നും വിനോദിനി ആരോപിച്ചു. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശങ്ങൾ. അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകൾ CPM വൃത്തങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖ നേതാവുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്നുള്ള ഈ വിമർശനം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സംഭവം. അതേസമയം വിനോദിനിയുടെ ആരോപണങ്ങളോട് CPM നേതൃത്വമോ MV ഗോവിന്ദനോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഈ ആരോപണങ്ങളിൽ ഏറ്റവും ഒടുവിൽ പ്രതികരണവുമായി LDF മുൻ കൺവീനറും മുതിർന്ന നേതാവുമായ EP ജയരാജൻ രംഗത്തു വന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതിവ് ശൈലിയിൽ ഒഴിഞ്ഞുമാറാനും എന്നാൽ അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടാനുമാണ് EP ജയരാജൻ ശ്രമിച്ചത്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് ആരെയാണ് അവഗണിക്കേണ്ടത്? ഞാൻ ആരെയും അവഗണിക്കാറില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാണ് എന്നായിരുന്നു EP ജയരാജന്റെ വാക്കുകൾ. താൻ ആരെയും അവഗണിക്കാറില്ലെന്ന് വ്യക്തമാക്കിയതിലൂടെ വിനോദിനിയുടെ ആരോപണം തന്നെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും പാർട്ടിയിലെ നിലവിലെ ഔദ്യോഗിക നേതൃത്വത്തിന് നേരെയാണ് വിമർശനത്തിന്റെ കുന്തമുനയെന്നും EP ജയരാജൻ പറയാതെ പറഞ്ഞു വെക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തിയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളും സംബന്ധിച്ച് നേതൃത്വത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങളോടുള്ള ആശയവിനിമയ രീതികളിലും കൂടുതൽ കാര്യക്ഷമത വേണമെന്ന അഭിപ്രായം ചില നേതാക്കൾ മുന്നോട്ട് വെക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ CPMനകത്ത് ആത്മപരിശോധന ശക്തമാകുന്നതിനിടെ ജില്ലാ കമ്മിറ്റികൾക്ക് പിന്നാലെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നത്. തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായ തിരിച്ചടിക്ക് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങളാണ് പ്രധാന കാരണമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ അഭിപ്രായപ്പെട്ടത്. ഏരിയ കമ്മിറ്റി ചർച്ചകളിൽ ഈ മാഷയും കൊണ്ട് ഇനിയും പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കാൻ തയ്യാറല്ല എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങൾ വരെ ഉയർന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം, സംഘടനാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതി, പ്രാദേശിക തലത്തിലെ അസംതൃപ്തികൾ എന്നിവയാണ് വിമർശനങ്ങളുടെ കേന്ദ്രബിന്ദു. ദീർഘകാലമായി CPMന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന തൃക്കരിപ്പൂർ മണ്ഡലം ഇത്തവണ പാർട്ടിക്ക് നഷ്ടമായത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. UDF അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിന്നിരുന്നെങ്കിലും മണ്ഡലം നിലനിർത്താൻ CPMന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ സംഘടനാ വീഴ്ചകളും നേതൃത്വത്തിന്റെ ഇടപെടലുകളും പ്രതീക്ഷകൾ തകർത്തു. പ്രവർത്തകരുടെ വിലയിരുത്തലിൽ ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും CPMനൊപ്പം നിന്നിരുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അത്തരമൊരു മണ്ഡലം കൈവിട്ടുപോകാൻ കാരണം പുറത്തുനിന്നുള്ള രാഷ്ട്രീയ വെല്ലുവിളികളെക്കാൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളും പയ്യന്നൂരിൽ പാർട്ടിക്കകത്ത് രൂപപ്പെട്ട അഭിപ്രായ ഭിന്നതകളും സമയോചിതമായി പരിഹരിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നാണ് പ്രധാന വിമർശനം. പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായതും പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതുമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചതെന്നാണ് വിലയിരുത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കാസർഗോഡ് ഉൾപ്പെടെയുള്ള സമീപ മണ്ഡലങ്ങളിലേക്കും പ്രതിഫലിച്ചുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ശക്തമായ സംഘടനാ അടിത്തറയുള്ള മേഖലകളിൽ പോലും പാർട്ടിയുടെ പ്രവർത്തന രീതിക്കെതിരെ അസംതൃപ്തി പ്രകടമായിരുന്നുവെന്നാണ് യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. സമീപകാലത്ത് പാർട്ടിയെ ചുറ്റിപ്പറ്റി ഉയർന്ന ഫണ്ട് സംബന്ധമായ വിവാദങ്ങളും സാധാരണ പാർട്ടി അനുഭാവികൾക്കിടയിൽ പ്രതികൂല മനോഭാവം സൃഷ്ടിച്ചുവെന്ന വിമർശനവും ഉയർന്നു. വർഷങ്ങളായി പാർട്ടിക്കൊപ്പം നിന്നിരുന്ന അനുഭാവികളിൽ പോലും അകൽച്ച രൂപപ്പെട്ടുവെന്നാണ് ചിലരുടെ വിലയിരുത്തൽ.
പ്രതിപക്ഷം ഈ വിഷയങ്ങളെ ശക്തമായി പ്രചാരണ ആയുധമാക്കിയപ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ലെന്നും പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. ചില തീരുമാനങ്ങൾ പ്രാദേശിക വികാരങ്ങളെ അവഗണിച്ചെടുത്തതാണെന്നും അതിന്റെ പ്രത്യാഘാതം നിരവധി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രകടമായെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്ക് വിജയസാധ്യത കുറഞ്ഞ മണ്ഡലം നൽകിയതിലൂടെ അവരെ രാഷ്ട്രീയമായി ഒതുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും യോഗത്തിൽ ഉയർന്നു. അതുപോലെ തന്നെ മുതിർന്ന നേതാവ് പി ജയരാജനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നുവെന്ന വിമർശനവും ചില പ്രവർത്തകർ ഉന്നയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ശൈലിയും അദ്ദേഹം നേരിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇടപെടുന്നതിന് പകരം ഏകോപന ചുമതലകൾ നിർവഹിച്ചിരുന്നെങ്കിൽ പരാജയത്തിന്റെ ആഘാതം കുറയുമായിരുന്നുവെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഏകാഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും വിലയിരുത്തണമെന്ന നിലപാടും മറ്റൊരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം CPM വിവിധ ഘടകങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും പരാജയ കാരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ്. തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ പാർട്ടിയുടെ അടിത്തട്ടിൽ നിലനിൽക്കുന്ന അസംതൃപ്തിയുടെ സൂചനയാണ് ഇത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി മുതൽ സ്ഥാനാർത്ഥി നിർണയം വരെയുള്ള വിഷയങ്ങൾ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ രാഷ്ട്രീയ സമീപനവും MV ഗോവിന്ദന് പൊതുജനങ്ങളോടുള്ള ആശയവിനിമയ രീതിയും വിമർശനങ്ങൾക്ക് വിധേയമായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങളും പ്രവർത്തന ശൈലിയും യോഗത്തിൽ വിമർശന വിധേയമായി. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണെന്ന ആരോപണമാണ് ചില പ്രവർത്തകർ ഉന്നയിച്ചത്. ഇത് വിശദീകരിക്കാൻ ഒരു പ്രവർത്തകൻ സിനിമാ ഗാനത്തെ ഉദാഹരണമാക്കി നടത്തിയ പരാമർശം യോഗത്തിൽ ശ്രദ്ധ നേടിയതായാണ് വിവരം. വാർത്താ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി അവതരിപ്പിക്കുന്നതിൽ